നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തെ നടുക്കിയ കേസിന്റെ വിധി എന്താകും? വിചാരണ കോടതി ഇന്ന് കേസ് പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്തിമവാദം പൂർത്തിയായ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ്. കേസിന്റെ വിധി പ്രസ്താവിക്കുന്ന തീയതിയും ഇന്ന് തീരുമാനിച്ചേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പൾസർ സുനി എന്ന സുനിൽകുമാറാണ് കേസിൽ 1-ാം പ്രതി. നടൻ ദിലീപാണ് കേസിലെ 8-ാം പ്രതി. 2017 ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. ഈ മാസം തന്നെ നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പ്രസ്താവിച്ചേക്കുമെന്നാണ് സൂചന. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയത് 66 ലക്ഷം. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 3 ജീവനക്കാരികൾ ചേർന്നാണ് 66 ലക്ഷം രൂപ തട്ടിയത്. കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. 3 ജീവനക്കാരികളും 1 ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിൽ പ്രതി. ദിയ കൃഷ്ണയുടെ QR കോഡിന് പകരം ജീവനക്കാരികളുടെ QR കോഡ് വഴി പണം തട്ടുകയായിരുന്നു. ദിവ്യ, രാധാകുമാരി, വിനിതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ. തട്ടിയെടുത്ത പണം പ്രതികൾ ആഡംബര ജീവിതത്തിനായി ചെലവഴിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. വിശ്വാസവഞ്ചന, മോഷണം എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തി. അതേസമയം ജീവനക്കാരികളുടെ എതിർപരാതിയിൽ കഴമ്പില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ചായിരുന്നു ഇവർ കൃഷ്ണകുമാറിനെതിരെയും ദിയയ്ക്കെതിരെയും പരാതി നൽകിയത്. ലോറിയിൽ നിന്ന് 5 ലക്ഷം കവർന്ന ക്ലീനർ മുങ്ങി. 7 മാസത്തെ ആഡംബര ജീവിതത്തിനൊടുവിൽ പിടിയിൽ. കൊണ്ടോട്ടി പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി രാജകുമാരി കാരഞ്ചേരിയിൽ അനന്തുവാണ് അറസ്റ്റിലായത്. കൊണ്ടോട്ടി പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ കാസർഗോഡ് നിന്നാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 10 കേസിനാസ്പദമായ സംഭവം. കൊണ്ടോട്ടിയിലെ മത്സ്യമൊത്ത മാർക്കറ്റിലേക്ക് മത്സ്യവുമായി എത്തിയ താനാലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ വ്യാപാര ആവശ്യത്തിനായി കരുതിയിരുന്ന പണം കവർന്ന് അനന്തു കടന്നുകളയുകയായിരുന്നു. ലോറിയിൽ 1 മാസം മുമ്പ് ക്ലീനർ ജോലിക്കാരനായി കയറിയതായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. വർക്കല ട്രെയിനിൽ നിന്നും മദ്യപൻ തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ നിലയിൽ നേരിയ പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ശ്രീകുട്ടിയെ സ്വന്തം നിലയിൽ ശ്വാസമെടുക്കാൻ തുടങ്ങിയതായും ആശുപത്രി അറിയിച്ചു. സമയമെടുത്ത് മാത്രമേ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു. SIR-നെതിരെ ചാണ്ടിയുമ്മൻ MLA സുപ്രീം കോടതിയിൽ. കേരളത്തിലെ SIR നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ചാണ്ടിയുമ്മൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം SIR-നെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണമെന്ന തിടുക്കമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ലെന്നും രത്തൽ കോൽക്കർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു.